السلام عليكم ورحمة الله. الحمد لله الحمد لله الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل وسلم على رسولك وعبدك محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയങ്കരായ ഈ മഹല്ലിലെ കാരണവന്മാർ, ഭാരവാഹികൾ, ജ്യേഷ്ഠ സുഹൃത്ത് നൗഫൽ അൻസാരി, മജീദ് മൗലവി അടക്കമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മഹല്ലിന്റെ ഭാവി പ്രതീക്ഷകളായ എന്റെ മുമ്പിൽ നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, യുവാക്കൾ, സത്യം പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല സ്കൂള് പൂട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂള് ഞങ്ങള് 2 ആണധ്യാപകർ മാത്രമേ ഉള്ളൂ. ഇന്ന് ക്ലോസിംഗ് ആയതുകൊണ്ട് കുറച്ച് പണിയിൽ അത്യാവശ്യം ഇളവുകൾ എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നതുകൊണ്ട് കൂട്ടുന്ന പെട്ടെന്ന് പോരാൻ പറ്റിയില്ല. 4:05 സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരാളുടെ സമയം കൊണ്ടാണ് വൈകിയത് എന്നുള്ളത് ക്ഷമാപണം എന്ന നിലയ്ക്ക് തന്നെ സൂചിപ്പിക്കാണ്. നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഞാനൊരു 3:30 സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ 4 മണിക്ക് ഇവിടെ എത്താന്ന് വിചാരിച്ചതാണ്. ഏതായാലും അത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. മഹല്ലിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ വിളിച്ചിട്ട് ഒരു വിശാലമായ നോമ്പ് തുറയും ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് എത്തണമെന്നാണ് ജ്യേഷ്ഠ സുഹൃത്ത് നൗഫൽ അൻസാരി സൂചിപ്പിച്ചിരുന്നത്. പിന്നീട് അത് മഹല്ല് തലത്തിലുള്ള നോമ്പ് തുറയായി മാറുകയായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതിന്റെ പോസ്റ്ററുകൾ ഏതായാലും നിറഞ്ഞ ഒരു സദസ്സ്. പലപ്പോഴും പള്ളിയിലെ പ്രോഗ്രാമിൽ വരാറുണ്ട്. അപ്പോഴൊക്കെ പ്രായം കൂടിയ മുതിർന്ന ആളുകളാണ് സദസ്സിലുണ്ടാകാറുള്ളത്. ഇന്ന് അൽഹംദുലില്ലാഹ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുട്ടികളും കുറച്ച് യുവാക്കളുമാണ് സദസ്സിൽ കൂടുതലുള്ളത്. കാരണവന്മാരുടെ സാന്നിധ്യം എല്ലായിടത്തും വേണം. അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങും. കുട്ടികളായതുകൊണ്ട് അവർക്കെപ്പോഴും കഥയാണ് ഇഷ്ടം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോ കഥയല്ല ഇഷ്ടം, ഗെയിമാണ് ഇഷ്ടം. ഗെയിം ഏതായാലും പറയാൻ പറ്റില്ല, ഗെയിം കളിക്കുക ചെയ്യാം. അപ്പൊ ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങും. അമേരിക്കയിലെ കാനഡയിലെ 6 വയസ്സുകാരനായിരുന്ന റയാന്റെ കഥ കേട്ടവരറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? റയാന്റെ പേരുള്ളല്ലോ. മോന്റെ പേരെന്താ? നാഫി. റയാന്റെ കഥ കേട്ടണോ? എന്താണ് ആ കഥ? വെരി ഗുഡ് അല്ലേ? കഥ എന്താന്ന് വെച്ചാല് 1ാം ക്ലാസ്സിലെ ടീച്ചർ പേര് അമേരിക്കയിലെയാണ്. ഫാത്തിമ സുഹറ എന്നല്ല, മിസ് വെസ്റ്റ് എന്നാണ് ടീച്ചറുടെ പേര്. ടീച്ചർ ഇങ്ങനെ കുട്ടികൾക്ക് വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വാട്ടർ എത്ര പ്രീഷ്യസ് ആണ്, അത് ശ്രദ്ധിച്ചു ചെലവാക്കണം, വേസ്റ്റ് ആക്കരുത്. എന്നിട്ട് ടീച്ചർ ഒരുപാട് കഥ പറഞ്ഞു കൊടുത്തു കുട്ടികൾക്ക്. വെറുതെ ഞാനൊന്ന് മൂവ് ചെയ്ത് കുഴപ്പമില്ല. കുട്ടികൾക്ക് അധികം പറ്റില്ല, എന്നെ കയറില്ലാതെ പറ്റിയില്ല, കുഴപ്പമില്ല. അപ്പോ ടീച്ചർ പറഞ്ഞു ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ടീച്ചർ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ കുറിച്ച് ടീച്ചർ പറഞ്ഞു കൊടുത്തു. ആർക്ക്? ക്ലാസ്സിലെ കുട്ടികൾക്ക്.
വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? അതെ, പ്രത്യേകമായി ആഫ്രിക്ക അല്ലെ, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഇന്നും പേര് കേട്ട രാജ്യമാണ് ആഫ്രിക്ക. അപ്പൊ ആഫ്രിക്കയിലെ കുട്ടികളെ കുറിച്ചും അവിടുത്തെ പ്രയാസങ്ങളെ കുറിച്ചും ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഈ റയാൻ എന്ന കുട്ടി ഓരോ സംശയങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവസാനം റയാൻ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ മറുപടി പറയുന്നു. കുട്ടികൾ 1ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ അങ്ങനെയാണ്, അവർ കണ്ടിന്യൂയിട്ട് സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോ അവസാനം റയാൻ ചോദിച്ചു, ടീച്ചറെ ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ എത്ര രൂപയാവും? ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ ഈ അവിടെ ഉള്ള ആളുകളുടെ പ്രയാസം പറഞ്ഞു കൊടുത്തപ്പോ 1ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി തോന്നി, അങ്ങനെ ഞാൻ ഒരു കിണർ ഒഴിച്ചു കൊടുക്കാം. ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ എത്രയാവും? അപ്പൊ ടീച്ചർ അധികം ആലോചിക്കാതെ പറഞ്ഞു, എത്രയാവും? നിങ്ങളെ കണക്കിൽ എത്രയാവും? 1,00,000 അല്ലെ? ടീച്ചർ വെറുതെ പറഞ്ഞു $70 ആവും. എത്ര ഡോളർ? $70 ആവും. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. റയാൻ വീട്ടിലെത്തിയിട്ട് ഉമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് $70 വേണം. എനിക്ക് അമ്മയായ സൂസനോട് പറഞ്ഞു, എനിക്ക് $70 വേണം. അതെന്തിനാണ് എനിക്ക് 70? അത് പറ്റും, എനിക്ക് $70 വേണം. അമ്മ അത് കേൾക്കാത്ത പാതി കേട്ട പാതി ഒഴിവാണ്. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നു. അച്ഛൻ മാർക്കിനോട് റയാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് $70 വേണം. അപ്പൊ അച്ഛനോട് റിപ്പീറ്റ് ചെയ്ത് റയാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോ അച്ഛൻ ചോദിച്ചു, എന്തിനാണ് നിനക്ക് $70 വേണം? ഒരു ഡോളർ പറഞ്ഞാൽ എത്ര ഇന്ത്യൻ റുപ്യാന്ന് അറിയോ നിങ്ങൾക്ക്? ഡോളർ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ സാധ്യത അല്ലേ? എത്രയാ? 73 എബവ് 80 ഉണ്ടാകും. 80, 84 ഒക്കെയാണ് ഏകദേശം ഡോളർ റേറ്റ് വരിക. അപ്പോ എന്തിനാ നിനക്ക് ഡോളർ? അത് $70. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിനക്ക് എന്തിനാ $70? അപ്പൊ റയാൻ പറഞ്ഞു, റയാൻ ക്ലാസ്സിൽ, അപ്പൊ അമ്മയും വിളിച്ചിരുത്തി റയാൻ ക്ലാസ്സിൽ നടന്ന കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ റയാന്റെ അച്ഛനൊരു ഇവന് ഇതിനെങ്ങനെ പിന്മാറണം, അതാണ് റയാന്റെ അച്ഛന്റെ ആവശ്യം. അപ്പൊ റയാന്റെ അച്ഛൻ പറഞ്ഞു, ഓക്കെ $70 തരാം, എന്ത് ചെയ്യണം? ഞാൻ ചോദിച്ച സംസാരി പറഞ്ഞ ചോദ്യങ്ങൾ ഇതിനൊക്കെ വരട്ടെ. എന്താണ്? പെട്ടെന്ന് $70 തരൂല, നിനക്ക് പ്രൈസ് മണി ആയിട്ട് $70 തരാം എന്നാണ് അച്ഛൻ കണ്ടീഷൻ വെച്ചത്. അഥവാ നീ വീട്ടിലെ ഓരോ കാര്യങ്ങളിൽ സഹായിക്കുക, അപ്പൊ അതിനൊക്കെ സ്റ്റാർ കിട്ടും. സ്റ്റാർ കിട്ടിയാൽ ഇത്ര സ്റ്റാർ കിട്ടിയാൽ ഇത്ര $, സമ്മാനം. അങ്ങനെ റയാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? റയാൻ ഭയങ്കര മോട്ടീവായി. റയാന് അച്ഛനെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുക, അമ്മനെ പാത്രം കഴുകാൻ സഹായിച്ചു കൊടുക്കുക, ചേച്ചിയെ ചേട്ടനെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളിൽ റയാൻ ഓടി നടന്ന് സഹായിക്കാൻ തുടങ്ങി. എന്തിനാണ്? റയാന്റെ ഒറ്റ ലക്ഷ്യമുള്ളതാണ് $70. അങ്ങനെ ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് റയാൻ വീട്ടിലെ എല്ലാവരും കാര്യങ്ങളും റയാൻ സഹായിക്കാൻ, എല്ലാവരും പൈസ വാങ്ങും. അങ്ങനെ ഒരു വിത്തിൻ 6 months ഓൾമോസ്റ്റ് റയാൻ $70 ഒരു നമ്മളെ തൊണ്ട് എന്ന് പറഞ്ഞതിൽ റയാൻ കളക്ട് ചെയ്ത് ഏകദേശം. അങ്ങനെ ഒരു ദിവസം $70 കൊണ്ട് റയാൻ ക്ലാസ്സിൽ, ടീച്ചറെ ഞാൻ $70 കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കിണർ വിളിക്കണ്ടേന്ന് ചോദിച്ചു. ടീച്ചർ ആകെ അത്ഭുതപ്പെട്ടു. $70 കിണറോ? അപ്പൊ റയാൻ പഴയ സംഭവം ടീച്ചർ ഓർമ്മപ്പെടുത്തി കൊടുത്തു. അപ്പോഴേ ടീച്ചർക്ക് ഓർമ്മ വരുന്നത്, ഇങ്ങനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ടീച്ചർ റയാനോട് പേരൻസിന് കുട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ കാനഡയിലെ ഒരു ഇങ്ങനെ ഈ നിലയ്ക്ക് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു ഓഫീസിലേക്ക് ടീച്ചറും റയാന്റെ പേരൻസും കൂടി ചെന്നു. അപ്പൊ അവിടെ അതിന്റെ HR ഒരാളെ, ടോപ്പ് പോസ്റ്റിൽ ഒരാളെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ ഹ്യൂജ് പ്രൊജക്ട് ചെയ്യുന്ന വലിയ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ആണ്. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകലുണ്ട്. അപ്പോ അവിടെ ഒരുപാട് സമയമായിട്ട് കാത്തിരിക്കുകയാണ് റയാന്റെ ഫാമിലി ടീച്ചറും. ഒരുപാട് സമയത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആ ഓഫീസിന്റെ ഒരു മൂലയിൽ പേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടത് കാണുന്നത്. അലക്ഷ്യമായി റയാൻ അടങ്ങിയിരുന്നില്ല.
റയാൻ ആ വേസ്റ്റ് ഒക്കെ ഇട്ടത് ഒന്ന് തർത്തീബാക്കി വൃത്തിയാക്കി വെച്ചു. ഇതാണ് ആ ഓഫീസിലെ ഹെഡ് കയറി വരുമ്പോൾ കാണുന്നത്. അതാരാ നിങ്ങളുടെ സ്മാർട്ട് ബോയ്? അയാൾ പെട്ടെന്ന് റയാനെ ആളുകളെ വിളിച്ച് അയാളെ ക്യാബിനിലേക്ക് എത്തി. എന്തിനാണ് പറഞ്ഞത്? നിങ്ങൾ ആവശ്യമല്ല. അപ്പൊ ഇവരെല്ലാ കഥയും പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞു മിനിമം $2500 ഒരു കിണർ കുടിക്കാൻ $70 കൊണ്ടൊന്നും സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ $2500 കൊണ്ടുവരാം. അങ്ങനെ റയാന്റെ പരിചയത്തിലുള്ളവരോടൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ റയാന് ഈ കിണർ കുളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കഥ ഏതോ ഒരു പത്രപ്രവർത്തകൻ, നമ്മളെ നൗഫൽസാരിന്റെ മാതിരി ഒരു പത്രപ്രവർത്തകൻ എന്ത് ചെയ്തു, ഒരു പത്രത്തിൽ കൊടുത്തു. അങ്ങനെ ആരോ കുറച്ച് പൈസ കൊടുത്തു. അപ്പോഴാണ് നൗഫൽസാരി പത്രപ്രവർത്തകൻ മാത്രമല്ല മാഷുമാണ്, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോ ഒരു പ്രാദേശിക റിപ്പോർട്ടർ ന്യൂസ് കൊടുത്തു. അപ്പൊ അങ്ങനെ ഇതറിഞ്ഞ് കുറെ ആളുകൾ പൈസ കൊടുത്തു. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ 2500 പോരാ, കിണർ കുടിക്കണമെങ്കിൽ അവിടെ മെഷീന് വേണം. അപ്പൊ അതിന് $25,000 വേണം. ഇതുകൂടി വെച്ച് പരസ്യം ചെയ്തോടുകൂടി റയാന്റെ വീട്ടിലേക്ക് പൈസ കുടിഞ്ഞുകൂടാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ പ്രൊജക്ട് പൂർത്തിയാക്കി, $25,000 ഒപ്പിച്ച് ആദ്യത്തെ പ്രൊജക്ട് പൂർത്തിയാക്കി. അങ്ങനെ റയാൻ അവിടെയുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് ഈ ഓഫീസിന്റെ ബന്ധപ്പെട്ട് ഏത് ഏരിയയിലാണ് വേണ്ടത് എന്ന് അന്വേഷിച്ച് പറയാൻ പറഞ്ഞു. ഒരൊറ്റ കണ്ടീഷനുള്ളൂ, ഞാൻ കുടിക്കുന്ന കിണർ ഒരു സ്കൂളിന്റെ അടുത്തായിരിക്കും, സ്കൂളിലെ കുട്ടികൾക്ക് വെള്ളം കിട്ടുന്നതാണ്. ആ കണ്ടീഷനിൽ ആദ്യത്തെ കിണർ കുടിച്ചു. അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാനഡയിൽ നിന്ന് റയാന് ആഫ്രിക്കയിലെ നാട്ടിലേക്ക് പോവാൻ പാരന്റ്സിന്റെ കൂടെ. അവിടെ എത്തിയപ്പോ എല്ലാവരും റയാൻ 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 എന്ന് പറഞ്ഞിട്ട് റയാന് പേര് വിളിച്ചിങ്ങനെ വിളിച്ച ആർക്കാണ് ആ കിണറിന്റെ പുറത്തൊരു പേര് റയാൻസ് വെൽ. എന്താണ് എന്താ പേര്? റയാൻസ് വെൽ. ഈ ഒന്നാമത്തെ കിണർ ഉണ്ടാകുന്നത് 1998-ലാണ്. 1998-ലാണ്. ഇന്ന് 2025 മാർച്ച് 28-ാം ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോ ഈ റയാൻ വെൽ ഫൗണ്ടേഷൻ ആയി മാറുകയും 17 രാജ്യങ്ങളിൽ 1767 വാട്ടർ പ്രൊജക്ടുകളും 1,15,07,911 ആളുകൾക്കും അതിന്റെ പ്രോഫിറ്റ് കിട്ടി. പിന്നെ അതിന് പുറമെ 1322 കക്കൂസ് സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും റയാൻ വെൽ ഫൗണ്ടേഷൻ ഒരുക്കി കൊടുത്തു. ഞാനിത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും പറയാനുള്ളൊരു കാരണം, 1-ാം ക്ലാസ്സിലെ റയാൻ തുടങ്ങി വെച്ചൊരു പ്രവർത്തനം ഇന്ന് 17 രാജ്യങ്ങളിൽ 15 ലക്ഷത്തിലധികം ആളുകൾക്ക് വെള്ളം അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് അത് വളർന്നു. ഇന്ന് റയാൻ എത്ര വയസ്സുണ്ടാകും? 1998 റയാൻ 6 വയസ്സാണ്. അപ്പൊ റയാന്റെ ഏജ് ഓഫ് ബർത്ത് ഇയർ ഏതാ? 1992. 1992 ജനിച്ച റയാന് എത്ര വയസ്സുണ്ടാവും? 33 വയസ്സ്, 32 വയസ്സുണ്ടാവും. അതൊരു വലിയ ഫൗണ്ടേഷൻ ആയി മാറി. ഈ പരസ്യവും റയാന്റെ വാർത്തകളും കൊണ്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് സഹായിക്കാൻ തുടങ്ങി. അത് ഇന്നും ഒരു കണ്ടിന്യൂ ചാരിറ്റി ആയിട്ട് മാറി. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയാം പ്രിയപ്പെട്ട കുട്ടികളെ? നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. എത്രയോ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ വീണ്ടും പലസ്തീനിൽ നിന്ന് വന്ന വാർത്തകൾ കണ്ടില്ലേ? ഞാനൊരു വാർത്ത കണ്ട് കരഞ്ഞുപോയി. ഒരു ചെറുപ്പക്കാരിയായ യുവതി പൊട്ടിക്കരയാണ് പത്രപ്രവർത്തകരോട്, ഒപ്പം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇന്നലെ എന്റെ കുട്ടികള് അത്താഴം പോലും കഴിക്കാതെയാണ് നോമ്പ് നോറ്റത്. ഇന്നലെ എന്റെ കുട്ടികള്, എന്റെ ഭർത്താവ് അത്താഴം പോലും കഴിക്കാതെയാണ് നോമ്പ് നോറ്റത്. ഇന്ന് നോമ്പ് തുറക്കാനാകുമ്പോഴേക്ക് അവരില്ല. ആ ഒഴിഞ്ഞ വയറുമായി, ആ നിറപ്പട്ടിണിയിൽ
ഇസ്രായേലി ഭീകരര് എന്റെ ഭാര്യ ഭർത്താവിനെ എന്റെ മക്കളെ കൊന്നു കളഞ്ഞു. ഒരു ഉമ്മ, ഒരു ഭാര്യ പൊട്ടിക്കരയാണ്. അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഉമ്മമാർ ഇന്ന് പലസ്തീനിൽ ഗസയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പോലെ ഇതുപോലെ ശീതീകരിച്ച പള്ളിയിൽ വന്ന് റമദാനില് ഈത്തികാഫ് ഇരിക്കാനും തറാവീഹ് നിസ്കരിക്കാനും ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാനും താല്പര്യം ഉണ്ടായിട്ടും പള്ളികളില്ല. എല്ലാം നശിപ്പിക്കപ്പെട്ടു. താൽക്കാലികമായി പലരും സഹായിച്ച് ഒരുമിച്ചു കൂട്ടി ഉണ്ടാക്കിയ താൽക്കാലിക പള്ളികൾ പോലും മിസൈൽ ആക്രമണത്തിലും ബോംബാക്രമണത്തിലും ഇസ്രായേൽ നശിപ്പിച്ചു. പക്ഷേ അവിടെയുള്ള ഏതെങ്കിലും നിരന്ന സ്ഥലങ്ങളിൽ ചെറിയ സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് പള്ളിയിൽ എസിയും സൗണ്ട് സിസ്റ്റം അവരെ റമദാനുകളെ ഉപയോഗപ്പെടുത്തും. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ, ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരുപാട് യുവാക്കൾ, ഒരുപാട് പിതാക്കൾ മണ്ണിന്റെ അടിയിലാണ്. അവർക്കില്ലാത്ത എന്താ സ്വാതന്ത്ര്യം, അവർക്കില്ലാത്തൊരു സ്വാതന്ത്ര്യം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടാകും. ഗുബൂസ് അല്ലെ, ഗുബൂസ് നമുക്കറിയാം. ഗുബൂസിന്റെ ഉള്ളിൽ ഇല ചുരുട്ടി വെച്ചിട്ട് അവിടെ കഴിക്കുന്ന ഇല സാൻഡ്വിച്ച് പോലെ കഴിക്കാൻ ദിവസങ്ങളായി കുടിവെള്ളം പോലും നിഷേധിക്കുകയാണ് അവരെ മുമ്പിൽ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് നമ്മുടെ മുമ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളും കുടുംബങ്ങളും പ്രയാസത്തിന്റെ മേൽ പ്രയാസം കളിച്ച് ജീവൻ മരണ പോരാട്ടത്തിലാണ്. അവിടെയാണ് ഈ മുതലമാട് പ്രദേശത്ത് ഈ പള്ളിയുടെ ഉള്ളിൽ ശീതീകരിച്ച പള്ളിയിൽ എല്ലാ സുഖത്തോടു കൂടി നമ്മൾ അല്ലേ. ഇപ്പോ 5:20 5:19 ഏകദേശം ഒരു മണിക്കൂറും ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ ഇഫ്താറോടുകൂടി നമുക്ക് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകാം. ഇവിടുന്ന് കഴിച്ചാലും വയറ് നിറഞ്ഞില്ലെങ്കിൽ നിറഞ്ഞാലും ബാക്കി വീട്ടിൽ പോയി കഴിക്കാം. തറാവി കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം കഴിക്കാം, അത്താഴത്തിന് കഴിക്കാം. എന്ത് സുഖമാണ്! നമ്മുടെ വീടുകൾക്കുള്ളിലെ അലമാരകളിൽ പെരുന്നാളിന് നമുക്ക് ധരിക്കാനുള്ള പുതുവസ്ത്രങ്ങളും ചെരുപ്പും ഷൂയും ബെൽറ്റും അടക്കം എല്ലാം നമ്മൾ റെഡിയാക്കി അല്ലേ. നമ്മൾ എത്ര സുഖലോലുകൾ! അനുഗ്രഹിച്ച അനുഗ്രഹം എത്ര നമുക്ക് കിട്ടി! ഇതിനൊക്കെ നമ്മൾ നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഞാൻ കടന്നു വരുമ്പോ പുതിയ 2K സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് കോഡ് ഭാഷ 2K അല്ലെ. 2000 ശേഷം ജനിച്ചവരൊക്കെ 2K. ഞങ്ങളൊക്കെ 90s ആണ്, 90-കാര്, 80-കാര്, 70-കാര്, പിന്നെ പഴമക്കാര്, തന്തവൈബ് അല്ലെ. അങ്ങനെയാണ് പുതിയ കാലഘട്ടം. 2K അല്ലാത്ത പിന്നെന്താണ്? തന്തവൈബ്. പക്ഷെ തന്തവൈബുകാര് നമുക്ക് ചിലതൊക്കെ പറഞ്ഞു തരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവായി ചെരുപ്പ് ഇപ്പൊ ഫാഷനാണ്. പെരുന്നാൾ തലേന്നുള്ള അവായി ചെരുപ്പ് തേച്ചു മിനിക്ക് വെള്ള കളറാക്കിയിട്ട് അത് തലേന്ന് രാത്രി ഉണക്കാൻ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ പള്ളിയിലേക്ക് അത് പോയി ഇട്ടിട്ടാണ് പള്ളിയിലേക്ക് പോയിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പത്തെ കുട്ടികൾ എന്താ പറയാ? ഒരു വീട്ടിലെ ജ്യേഷ്ഠാനുജന്മാരുണ്ടെങ്കിൽ 3 പേർക്കും ഒരേ ഷർട്ടും പാന്റും എടുക്കും. എന്നിട്ട് അതിങ്ങനെ ഷിഫ്റ്റ് വരില്ല. ചെറിയ വലിയ അങ്ങനെ മാറി മാറി വരും. അത് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ കാലമുണ്ടായിരുന്നു. ഇപ്പൊ ഞാന് LP സ്കൂൾ അധ്യാപകനാണ്. ഞാന് 3-ാം ക്ലാസ്സിൽ 6ാമത്തെ പാടെടുത്തപ്പോ ഞാൻ പറഞ്ഞു, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ 3-ാം ക്ലാസ് പഠിക്കുമ്പോ ഇത്ര വലുപ്പമുള്ള ഫോണ് കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു ചിരിക്ക് എന്നെ കളിയാക്കി ചിരിക്കുക. അവസാനം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പ്രൊജക്റ്റിൽ ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു വിശ്വസിച്ചു.
അത് ഒരിക്കൽ വിശ്വാസമാണ്. ഉമ്മാനും ബാപ്പാനും വിശ്വസിച്ച് നിങ്ങൾ ആരും വിശ്വസിക്കും? ഗൂഗിളിൽ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? അപ്പൊ ഇത്ര വലിയ ആന്റിനുള്ള ഫോൺ ഉപയോഗിച്ചിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇനി നിങ്ങൾ വരുന്ന കാലത്തേക്ക് ഇപ്പോ പുതിയ ബീറ്റ ജനറേഷൻ വലുതായി വരുമ്പോ പുതിയ ജനറേഷൻ 2025 ജനറേഷൻ എന്താ പറയാ? ബീറ്റയാണ്. ബീറ്റ ജനറേഷൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഫോൺ ആവൂല. ഫോൺ പോവാണ്. നമ്മളെ കയ്യിന്റെ ഉള്ളനാടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണും പോവാണ്. എന്തായി? നമ്മളെ കൈവെള്ളയിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കും അല്ലേ? കുറച്ചേ ഞങ്ങൾ അങ്ങനെ കൂടി ഇങ്ങനെ പോകുമ്പോ ഫോൺ ഹലോ ഞാൻ മുതലമാടല്ല ഇവിടുത്തെ പ്രോഗ്രാം കാരണം ഫോൺ എവിടെയാ? കയ്യിലായി. ഏത് കയ്യിലുള്ളിൽ ഇങ്ങനെ വെച്ചിരുന്ന ഫോണ് ഇത് ഒഴിവാകാൻ പോവാണ് അല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞാൽ കോട്ടക്കലിന്റെ ഹോട്ടലിന് വേഗന്ന ഹോട്ടലിന്റെ ഫുഡ് ഇപ്പൊ നമ്മളൊക്കെ ഡെലിവറി വാഹനങ്ങളാണ്. ഡ്രോൺ കൊടുത്തു തരും. ദുബായിലൊക്കെ വന്നു. കാലം അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം ഇത്ര വേഗതയിൽ പുരോഗമിക്കുമ്പോഴും പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ദൗത്യമുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്. മുസ്ലിമായ ഉമ്മയുടെയും ബാപ്പയുടെയും മകനായി മകളായി ഈ ഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. എന്റെ സുഹൃത്ത് യാസിർ, മറ്റൊരു യാസിർ, അദ്ദേഹത്തിന് അനുഭവം പറയാറുണ്ട്. രാത്രി 2 മണിക്ക് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരും. രാത്രി 2 മണിക്ക്. എന്താ അദ്ദേഹത്തിന് വന്ന കോള്? ബാത്റൂമിൽ നിസ്കരിച്ചാൽ ശരിയാവോ? എന്താണ്? ബാത്റൂമിൽ നിന്ന് നിസ്കരിച്ചാൽ ശരിയാകുമോ? നിങ്ങളെ അഭിപ്രായം ശരിയാകൂല അല്ലേ? പക്ഷെ ആ കുട്ടി ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന ആ പെൺകുട്ടി അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയാം? ആ മുസ്ലിം പാരമ്പര്യത്തിൽ വളർന്ന ആ പെൺകുട്ടി ബാംഗ്ലൂരിലെ ഹോസ്റ്റലിൽ എത്തുകയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ നിന്ന് നിസ്കരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ വിവരം ആരോ വീട്ടിലേക്ക് അറിയിച്ചു. വീട്ടുകാർ വന്ന് വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു, ഉപദ്രവമായി. ഒറ്റ കണ്ടീഷൻ, അവന് നിസ്കാരം നിർത്തണം. അങ്ങനെ അവളെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാരികളെയും ഹോസ്റ്റൽ വാർഡനൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഈ അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്രയും ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നിസ്കരിച്ചു വരുന്ന പെൺകുട്ടിയാണ്. അങ്ങനെ ഇശാന്റെ സമയമായിട്ടും കഴിയാറായി, 2 മണിയായി, നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. ഇശ നിസ്കരിച്ചിട്ടില്ല. ബേജാറാണ്. എന്താ ചെയ്യുക? മുസ്ലിമാണ് ഞാൻ. ഏത് പ്രതിസന്ധിയിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആരാധനാ കർമ്മമാണ് എന്റെ നിസ്കാരം. ആലോചിച്ച് നോക്കൂ. 10-18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയുടെ ചിന്ത ആലോചിച്ച് നോക്കൂ. ആ ഹോസ്റ്റലില് 4 ആള് കാണുന്ന ഇടത്ത് നിന്ന് നിസ്കരിച്ചാൽ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഫോൺ പോകും, വിവരമറിയും, അച്ഛനും അമ്മയും പേരും ഉപദ്രവമാവും, പഠനം നിർത്തും. അപ്പോഴാണ് ഫോണ് വിളിച്ചിട്ട് സുഹൃത്തിനോട് ചോദിക്കുന്നത്, ഇങ്ങനെ പറ്റുമോ? ആരും കാണാത്ത ഇടം ഹോസ്റ്റലിൽ ബാത്റൂമേ ഉള്ളൂ, ഞാൻ ബാത്റൂമിൽ നിസ്കരിച്ചാലോ? ഇങ്ങനെയും ജീവിക്കുന്നവർ നമ്മൾ നോമ്പ് നോറ്റ് വിഭവസമൃദ്ധമായ ഇഫ്താറോടുകൂടി നോമ്പ് തുറക്കുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നോമ്പുകാരനാണെന്ന് നോമ്പ് മുറിക്കുന്ന സമയത്ത് പോലും മറ്റാരും അറിയാതിരിക്കാൻ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാത്തവരാണ്. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് പറഞ്ഞാൽ നോമ്പുകാരനാണെന്നറിയാം. പച്ചവെള്ളം മാത്രം കുടിച്ച് നോമ്പ് തുറക്കുക. കാരണം എന്താ? നോമ്പുകാരനാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ. അങ്ങനെ നോമ്പ് നിൽക്കുന്നവരുണ്ട്. വിശ്വാസിയായ രഹസ്യമാണ്. ഇത് പറയാനുള്ള കാരണം നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. ഒരു മുസ്ലിമായ ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി മകളായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി. ഇനി ഈ മുതലമാട് മഹല്ലിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഈ പള്ളിയുടെ അരികിലുള്ള പള്ളിക്കാട്ടിലേക്ക് വന്ന് കിടക്കേണ്ടവരാണ്.
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. ഇന്നും ഇന്നലെയായിട്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെ LP സ്കൂളിൽ നിന്ന് UP സ്കൂളിലേക്ക്, UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക്, ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് കുട്ടികൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് സെന്റ് ഓഫ് ഒക്കെ കഴിഞ്ഞ് പോവാണ്. അവർക്കൊക്കെ പറയാനുള്ളത് ആഗ്രഹങ്ങളുടെ ഒരുപാട് കഥകളാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ആവണം കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് ഡോക്ടർ ആകണം, എനിക്ക് എഞ്ചിനീയർ ആകണം, എനിക്ക് റോബോട്ടിക് എഞ്ചിനീയർ ആകണം. ഒരുപാട് വ്യത്യസ്തമായ ആഗ്രഹം, എനിക്ക് പൈലറ്റ് ആകണം, അല്ലെ? വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് നിങ്ങളൊക്കെ മനസ്സിലുള്ളത്. ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉള്ളത്. ഇതിനൊക്കെയിടയിലാണെങ്കിലും നമ്മളിലേക്ക് യാഥാർത്ഥ്യത്തോടു കൂടി കടന്നു വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മരണം. ലോകത്ത് ഒരുപാട് തർക്ക വിഷയങ്ങളുണ്ട്. മതങ്ങൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ, രാഷ്ട്രീയമായി. എന്നാൽ തർക്കമില്ലാത്ത ഒരേ ഒരു വിഷയമുള്ളൂ, മരണം. ജനിച്ചോ മരിക്കും. നിങ്ങളിലേക്ക് നിങ്ങളുടെ മരണം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തിരിച്ചു വരിക. ആ മരണം വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ ഉമ്മറത്ത്, നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ, ഡൈനിങ് ഹാളിൽ വെള്ള പുതച്ചു കിടക്കുന്ന നമ്മുടെ ശരീരത്തെ കുറിച്ച് മുതിർന്നവരാകട്ടെ, കുട്ടികളാകട്ടെ, സ്ത്രീകളാകട്ടെ, നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണം. നമ്മൾ പെരുന്നാളിന് നാം ഡ്രസ് എടുക്കാൻ പോയ ടെക്സ്റ്റൈൽസിന്റെ മൂലയിലെ അടിയിൽ ഏതോ ഒരു ഷെൽഫിൽ നമ്മളെ പുതപ്പിക്കാനുള്ള കഫം പുടവ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എത്ര വലിയ വില കൂടിയ വസ്ത്രം നാം ധരിച്ചാലും ഈ ലോകത്ത് വിട പറഞ്ഞു പോകുമ്പോ നമുക്ക് അവസാനമായിട്ടുള്ളത് 3 കഷ്ണം തുണിയാണ്. അത് കഫം പുടവ. ആ കഫം പുടവയിൽ പുതച്ച് നാം ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ വീടിന്റെ ഉമ്മറത്ത്, നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലിൽ നമ്മളെ കിടത്തുന്ന രംഗമുണ്ട്. അതേവരെയുള്ളൂ ഈ ലോകം. പിന്നെ അവിടുന്ന് പിന്നെ പുനരുദ്ധാര നാൾ വരെ നമുക്കുള്ളത് ബർസഖിയായ ജീവിതമാണ്. ആ ബർസഖിയായ ജീവിതം അതാണ് ഏറ്റവും പ്രധാനം. അതിനു വേണ്ടിയാണ് നാം നോമ്പെടുക്കുന്നത്, അതിനു വേണ്ടിയാണ് നാം നമസ്കരിക്കുന്നത്. ഒരു ദിവസത്തെ നിസ്കാരം എത്ര നേരം പറയും കുട്ടികൾ? പറയും 5 നേരം. ഒരാഴ്ചയിൽ എത്ര? ഒരാഴ്ചയിൽ എത്ര വക്ത് ഉണ്ടാവും? 35. ഒരു മാസത്തിൽ 150 വക്ത്. ഒരു കൊല്ലത്തിൽ എത്ര വക്ത് നമസ്കാരം? 1825 വക്ത് നിസ്കാരം. ഏകദേശം എത്ര? 1825 വക്ത് നിസ്കാരം ഒരു കൊല്ലത്തിൽ നിർബന്ധമാണ്. ആർക്കാ നിർബന്ധം? ആർക്കാ നിർബന്ധം? എത്ര വയസ്സായ നിസ്കാരം നിർബന്ധമായി? 10 വയസ്സായ. 10 വയസ്സായാൽ നിസ്കാരം നിർബന്ധമാണ്. മറക്കല്ലേ മറക്കല്ലേ നിങ്ങൾ 5 നേര നമസ്കാരം. മടിക്കല്ലേ മടിക്കല്ലേ നിങ്ങൾ നാഥന്റെ മുമ്പിലെ സാഷ്ടാംഗം. പള്ളി മിനാരങ്ങൾ മാടി വിളിക്കുമ്പോൾ നടിക്കല്ലേ കേൾക്കാത്തൊരു ഭാവം. പള്ളി മിനാരങ്ങൾ മാടി വിളിക്കുമ്പോൾ നടിക്കല്ലേ കേൾക്കാത്തൊരു ഭാവം. മറക്കല്ലേ മറക്കല്ലേ നിങ്ങൾ 5 നേര നമസ്കാരം. 5 നേരത്തെ നിസ്കാരം ഒരു ഇളവില്ലേ. സ്കൂളിലാണോ, കല്യാണമാണോ, യാത്രയാണോ, 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ഇളവില്ല. മുസ്ലിമും കാഫിറും തമ്മിലുള്ള ഒരു
അന്തരമാണതറിഞ്ഞു. നിസ്കാരം നമ്മളും ഒരു അമുസ്ലിമും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് ആണ് നിസ്കാരം. നമ്മള് നോമ്പ് നിൽക്കുന്നുണ്ട്, നമ്മളെപ്പോലെ നോമ്പ് നോൽക്കുന്ന മുസ്ലിം അല്ലാത്ത ആളുകളുണ്ട്. അവരും നമ്മളെപ്പോലെ സുബ്ഹിന്റെ മുമ്പ് അത്താഴം കഴിച്ച് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി നോമ്പ് തുറക്കുന്നവരാ. അവര് നോമ്പ് നോൽക്കുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ പോകുന്ന പോലെ അവർ അമ്പലത്തിൽ പോകുന്നുണ്ട്. പക്ഷേ അവർക്കും നമുക്കും ഇടയിൽ ഡിഫറന്റ് ആയി വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിസ്കാരമാണ്. നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഒരൊറ്റ വഖ്ത് നേരത്തെ നിസ്കാരം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം ഈ ലോകത്ത് നാം വിട പറഞ്ഞു പോയാൽ പരലോകത്ത് നമ്മുടെ മുമ്പിൽ ഒരു വിചാരണയുണ്ട്. ആ വിചാരണയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു കാര്യം? മക്കളെ, ഇവിടെ അവിടെ കുറച്ച് ആൾക്കാർ വർത്താനം പറയുന്നല്ലോ. ചോദ്യം എല്ലാവരും കണ്ടിട്ടോ? ചോദ്യം നൗഫൽസാരിന്റെ പ്രസംഗം കേട്ടാണ് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, 50 കൊല്ലം ഒരാൾ ഇവിടെ ജീവിച്ചു. 50 കൊല്ലം 50 വയസ്സുള്ള ഒരാള് അയാളെ ജയിലിൽ കൊണ്ടുപോയി പിടിച്ചിട്ടു. അയാളെ ജയിലിൽ പിടിച്ചിട്ടു. എന്നിട്ട് അയാളോട് പറഞ്ഞു ഒരു ചോദ്യം, ഒറ്റ ചോദ്യം, അതിന് മറുപടി പറഞ്ഞാൽ ഞങ്ങളെ വിടും, നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതിന് മറുപടി തന്നില്ലെങ്കിലോ നിങ്ങളെ കൊല്ലും. അങ്ങനെ ഒരാളോട് പറഞ്ഞാൽ നിങ്ങളെ പിടിച്ചുകൊണ്ടുപോവാണ്, നിങ്ങളെ കൊണ്ടുപോയിട്ട് പറയാണ് ഒരു ചോദ്യം. ഇന്നിവിടെ ചോദ്യം ചോദിച്ചാൽ 4 സമ്മാനം കിട്ടും. പക്ഷേ അതല്ലാതെ ഒരു ചോദ്യം അതിന് ഉത്തരം പറഞ്ഞാൽ വിടും, അല്ലെങ്കിൽ കൊന്നു കളയുമെന്ന് പറഞ്ഞാൽ എന്തേ കാര്യങ്ങളെ അവസ്ഥ? ആരെങ്കിലും പറയും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ തട്ടി കൊണ്ടുപോയി ഒരാൾ എന്നിട്ട് പറയാണ് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ വിടാം, രക്ഷപ്പെടാം, ജീവിതം ഉണ്ട്. ഉത്തരം പറഞ്ഞില്ലെങ്കിലോ കൊല്ലും. ഇതേ കാര്യങ്ങളെ അവസ്ഥ. നിങ്ങളെന്താ ചെയ്യാ? ആ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആർക്കും ഉത്തരമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ആർക്കും മറുപടി ഇല്ല. അന്ന് ഷാജാക്കും നമ്മൾ എന്ത് വില കൊടുക്കുക ചോദ്യം വാങ്ങൂലേ? എവിടുന്ന കിട്ടാന്ന് അന്വേഷിക്കൂലേ? അല്ലേ? എങ്കിൽ നമ്മൾ ദുനിയാവിൽ എത്ര കൊല്ലാണോ ജീവിച്ചത്, അത്രയും കൊല്ലത്തെ നമ്മുടെ ആരാധനകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചെല്ലുമ്പോ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഓക്കെ ആയാൽ ബാക്കി എല്ലാം നമുക്ക് കിട്ടുന്ന. അപ്പോ ഒരു നല്ല കുട്ടിയുടെ, നല്ല വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം എന്താണ്? നിസ്കാരമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയിച്ച സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഒന്നാമത്തെ അടയാളം എന്താ? ഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവരാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ ജീവിതം അല്ലാഹു തന്നല്ല. അല്ലാഹുവിന് നമ്മുടെ ഈ ആയുസ് കൊണ്ടൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അവനെ ആരാധിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ അല്ലാഹുവിന് നാം കൊടുക്കുന്ന ആരാധനയാണ് നമ്മുടെ നിസ്കാരം, നമ്മുടെ മറ്റു നോമ്പ്, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെയും ഖുർആൻ പാരായണങ്ങളൊക്കെയും നമ്മൾ അല്ലാഹുവിന് കൊടുക്കുന്ന ആരാധനയാണ്. ആ ആരാധനയെ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. ഒന്നാമതായി
അപ്പോ റമദാൻ കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി നിങ്ങളെ നിസ്കാരം നിലനിർത്തണം. നിസ്കാരം നിലനിർത്തണം. എത്ര തിരക്കാണെങ്കിലും, എത്ര വലിയ ടൂറാണെങ്കിലും, എത്ര വലിയ കല്യാണമാണെങ്കിലും, ഏത് തിരക്കിന്റെ ഇടയിലും നിസ്കാരം നിലനിർത്താനുള്ള ക്വാളിറ്റി പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാവണം. അത് നല്ല ഒരു ഒരുമനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹുറൈറ പറഞ്ഞ പോലെ നമുക്ക് പോകാനുള്ള യാത്ര വളരെ വലുതാണ്. പക്ഷെ നമ്മുടെ അടുത്തുള്ള വിഭവം പാത വളരെ കുറവാണ്. നമ്മളെ മുമ്പ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മുമ്പുള്ള ഉമ്മത്തിന്റെ ഒക്കെ പ്രായത്തിലായിരുന്നു അറിയോ? മുഹമ്മദ് നബിയുടെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ സമുദായങ്ങളുടെ ഏജ് എത്രയായിരുന്നു? എത്ര? നൂഹ് നബി എത്ര കൊല്ലം പ്രബോധനം ചെയ്തു? 950+ പ്രബോധനം മാത്രം. അപ്പൊ എത്ര കൊല്ലം ജീവിച്ചിട്ടുണ്ടാവും? എന്ന് നമ്മളെ ഉമ്മത്തിന്റെ പരമാവധി പ്രായം എത്രയാണ്? 60-70 അടക്കം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഡീഷണൽ ഓഫർ തന്നു. ലൈലത്തുൽ ഖദ്ർ. ഒരു ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടിയാല് 83 കൊല്ലം, 1000 മാസത്തെ കൂലിയ. ഇപ്പൊ ഇന്നലെ നമുക്ക് 27-ാം രാവ്. ഇന്നലെ ലൈലത്തുൽ ഖദ്ർ ഉള്ള ദിവസമായിരുന്നെങ്കിൽ ഇന്നലെ നമ്മൾ ചെയ്ത പ്രവൃത്തി, അത് ഖുർആൻ പാരായണാകട്ടെ, നിസ്കാരാകട്ടെ, വേറെ എന്താകട്ടെ, 83 കൊല്ലത്തെ കൂലി കിട്ടും. അല്ലാഹു തരുന്ന ഓഫറാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചോ നമുക്ക് നൽകുന്നതിന്റെ പിറകിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ. നമുക്ക് ഏറ്റവും പ്രധാനം ആഖിറമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മള് പഠിച്ചു, ഡോക്ടറായി, സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്ന ദിവസം നമ്മൾ മരിച്ചാൽ ആ സർട്ടിഫിക്കറ്റിന് പിന്നെ വല്ല വാല്യൂ ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. താമരശ്ശേരിയിലെ ആ മരണപ്പെട്ട കുട്ടിന്റെ പേരെന്തായിരുന്നു? ഷഹബാസ്. ഷഹബാസിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ഷഹബാസിനെ കൊന്ന സ്ഥിതി അതൊന്നും ഞാൻ പറയുന്നില്ല. ഷഹബാസിന്റെ സഹപാഠികളെ പോലെ SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി മോഡൽ എക്സാം കഴിഞ്ഞ് റെഡി ആയിട്ട് അല്ലേ? ഈ ഷഹബാസ് എന്താ ഉള്ളത്? ഷഹബാസ് എവിടെയുള്ളത്? മണ്ണിനടിയിലാണ്. ഇത് നമ്മളെല്ലാരും സ്ഥിതിയും അങ്ങനെയാണ്. ഏത് നിമിഷവും മരണം എന്ന യാഥാർത്ഥ്യം നമ്മളിലേക്ക് വരും. ഏത് സമയവും മരണത്തിന് പ്രായമില്ല. മരണത്തിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഉമ്മയെയും ഉപ്പയെയും തനിച്ചാക്കി മക്കൾ പോകും. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ. പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിനെ നമുക്ക് വെറുതെ തന്നതല്ല. അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനാണ് അല്ലാഹ് നമ്മളെ അങ്ങോട്ട് അയച്ചത്. അതിന് നമ്മൾ എന്താവണം? അതിനു വേണ്ടി പണിയെടുക്കുന്നവരാകണം. ലോകത്ത് മാതൃകയുള്ള ഒരുപാട് ആൾക്കാരുടെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ലോക ചരിത്രത്തിൽ മാതൃകയുള്ള ഇപ്പൊ നിലവിൽ പ്രസന്റ് ഉള്ള ആരെങ്കിലും ഒരു പേര് നിങ്ങൾ പറയോ? നിങ്ങൾ പറയോ? നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും കുട്ടികൾ ഒരു ചരിത്രം ആരെങ്കിലും വേൾഡ് ലെവലിൽ മോഡലായ ഒരാൾ, ഒരു മോഡൽ, ഒരു ആർക്കും മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ താരങ്ങൾ ആരുമില്ലേ? മെസ്സി, വേറെ ആരെങ്കിലും ഉണ്ടോ? നെയ്മർ,
റൊണാൾഡോ. റൊണാൾഡോന്റെ പേരില് ഒരു നാട്ടിൽ, റൊണാൾഡോന്റെ നാട്ടിലെത്തുണ്ട് എയർപോർട്ട് വരെ. ആ നാടിനെ അങ്ങനെ യാത്രയിൽ വലിയ ഒരു പ്രയത്നം ചെയ്ത ആളാണ് റൊണാൾഡോ. അതിലൊക്കെ നമുക്ക് റൊണാൾഡോനെ മാതൃകയാക്കാം. റൊണാൾഡോന്റെ ഫാമിലിയിലേക്ക് രാജ്യതലങ്ങളിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഭരണാധികാരികൾ ഉണ്ടാകും. അതൊന്നും സമ്പൂർണമായ ഒരു റോൾ മോഡലായി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഗാന്ധിജി, നെഹ്റു, ഒരുപാട് ആളുകൾ നമ്മൾ നോക്കുന്നു. പക്ഷേ സമ്പൂർണമായ ഒരു മോഡൽ എന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഒരാളെ ഉള്ളൂ. അതാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദ് കാനത ലക്കും ഉസ്വത്തുൻ ഹസന, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമവും ഉദാത്തവുമായ മാതൃകയുണ്ട്. അല്ലേ? ആ മാതൃകയുള്ളവരായി മാറണം. ഈ നാട്ടില് മുജാഹിദ് പ്രസ്ഥാനത്തിന്, ഈ മഹല്ലിലെ പള്ളി, മദ്രസ, ഈ സംവിധാനങ്ങൾക്കൊക്കെയും മാതൃകയുള്ള നല്ല മക്കളായി നമ്മൾ ഓരോരുത്തരും മാറണം. നല്ലതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുള്ളൂ. നല്ലതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുള്ളൂ. അപ്പൊ നല്ലതാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് അറിയോ? وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. പടച്ചോനെ പേടിച്ച് ജീവിക്കണം. എന്താ വേണ്ടത്? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഇപ്പൊ നോമ്പിന് നമുക്ക് അടുക്കളയിൽ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞാല് ഉച്ചന്റെ ശേഷമാണെങ്കിൽ അവിടെ ഒരുപാട് സാധനം ഉണ്ടാവും. രാവിലെ ആണെങ്കിലും ഉണ്ടാവും, തലേന്നത്തെ ബാക്കിയൊക്കെ ഉണ്ടാവും, ജ്യൂസ് പിടിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്താ നമ്മൾ എടുത്ത് കുടിക്കാത്ത? നോമ്പായതുകൊണ്ടാണ്. എന്താ ഇപ്പൊ നോമ്പിന് ആരും കാണാത്തൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാല് ആര് കണ്ടില്ലെങ്കിലും ആര് കാണും? പടച്ചോൻ കാണും. അതാണ് പടച്ചോനെ പേടി എന്ന് പറഞ്ഞ സാധനം. ഈ പടച്ചോനെ പേടി നമ്മളെല്ലാ കാര്യത്തിലും നമുക്ക് ഉണ്ടാകണം. അല്ലേ? ഇന്നിപ്പോ CCTV ഇല്ലാത്ത സ്ഥലമുണ്ടോ? എല്ലായിടത്തും CCTV ആണ്. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ CCTV ആണ്. നമ്മൾ പഠിക്കുന്ന ക്ലാസ് റൂമുകളിൽ CCTV ആണ്. നമ്മൾ പോകുന്ന പ്രൈവറ്റ് വാഹനം, ബസ്സിൽ CCTV ആണ്. എല്ലായിടത്തും CCTV ആണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഒരു നിരീക്ഷണ സംവിധാനമാണ് ആരുള്ളത്? അല്ലാഹുവിന്റെ അടുത്തുള്ളത്. യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. പടച്ചോനെ നമ്മളെ കണ്ണിന്റെ കട്ടുനോട്ടവും നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ നാം മന്ത്രിക്കുന്നതിനെ കുറിച്ചും അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. അല്ലേ? ഇപ്പൊ ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങള് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അല്ലേ? ഗൂഗിളിൽ ഒരു സാധനം പറയും. ഒരു സാധനം, ഒരു ലേറ്റസ്റ്റ് വേർഷൻ മൊബൈൽ, ഏതെങ്കിലും കമ്പനിയുടെ മൊബൈൽ വാങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വാങ്ങാം. അതിനെ കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പൊ ഗൂഗിളിൽ അതിന്റെ റിസൾട്ട് വരും. അല്ലേ? അത് കഴിഞ്ഞ് ഗൂഗിളിൽ ഇറങ്ങി കണ്ട് ഫേസ്ബുക്ക് കയറിയൊക്കെ ഉണ്ടാവും ഈ സാധനം അവിടെ കിടക്കും. അത് കഴിഞ്ഞ് യൂട്യൂബ് കയറിയൊക്കെ അവിടെ ഉണ്ടാവും ഈ സാധനം കിടക്കുന്നത്. ആരാ ഗൂഗിളിൽ ചോദിച്ച സാധനം ആരാ ഫേസ്ബുക്കിന് യൂട്യൂബിനൊക്കെ പറഞ്ഞത്? ചില സമയത്ത് നമ്മൾ മനസ്സിൽ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിൽ നോക്കണം എന്ന് വിചാരിച്ച സാധനമൊക്കെ അങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ വരും, ആമസോണിലൊക്കെ വരും. നമ്മളെപ്പോഴും ഇടപഴകുന്ന നമ്മുടെ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റിന് പോലും സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മളെ മനസ്സ് കുറച്ചെങ്കിലും വലിച്ചെടുക്കാൻ പറ്റുന്നത്. അല്ലേ? അതുകൊണ്ടാണ് പറയാ, ഒരാളെ ഫോൺ നോക്കിയാൽ അയാളെ സ്വഭാവം മനസ്സിലാവും എന്ന് പറയാൻ പറ്റില്ല. അല്ലേ? എന്റെ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ അയാൾക്ക് എന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാവും. കാരണം എന്റെ യൂട്യൂബ് കയറി നോക്കിയാൽ, എന്റെ ഗൂഗിളിൽ കയറി നോക്കിയാൽ, എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിയാൽ ഞാൻ ആരാണെന്ന് ശരിക്കറിയാൻ പറ്റും.
ഞാൻ എത്ര വലിയ പ്രസംഗനായിട്ട് കാര്യമില്ല. ഈ സദസ്സിലേക്ക് എന്റെ ഫോണിൽ ലോക്ക് തുറന്ന് ആർക്കും കൊടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടാകാതെ. കാരണം ഞാൻ എന്റെ മൊബൈലിൽ എന്ത് ഒളിപ്പിച്ചാലും, എന്റെ മനസ്സിൽ എന്ത് ഒളിപ്പിച്ചാലും അതെല്ലാം അറിയുന്നവനാണ് ആര്? എന്റെ റബ്ബ്. ഉപ്പാട് പറയാത്ത കളവുകൾ, ഉമ്മാട് പറയാത്ത കുറ്റങ്ങൾ, രഹസ്യങ്ങൾ നമ്മുടെ മനസ്സുകളിലുണ്ട്. അതൊക്കെ നമ്മൾ ആരോട് പറയണം? അള്ളാഹിനോട് പറഞ്ഞ് മാപ്പാക്കാം. കൂട്ടത്തിൽ ഫോൺ എടുത്ത് ഓർമ്മ വരാം. നേരത്തെ ഞാൻ പറഞ്ഞ ആ റയാൻസ് വെൽ ഫൗണ്ടേഷന്റെ കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അതിങ്ങനെ ഓരോ മിനിറ്റിലും അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, അതിന്റെ ആളുകളുടെ എണ്ണം. റയാൻസ് വെൽ ഫൗണ്ടേഷൻ. അപ്പൊ അത് എന്നാ തുടങ്ങിയത് ഒരു ചോദ്യം ചോദിച്ചോളിട്ടാ. റയാൻസ് വെൽ ഫൗണ്ടേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞിരുന്നു. അതിന്റെ ഇയർ ഇപ്പൊ ആരും ഗൂഗിളിൽ ഉപയോഗം. അപ്പോ നമ്മളെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. രഹസ്യം അറിയുന്നവനാണ് റബ്ബ്. നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളും ഇടപാടുകളും അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. അതോടൊപ്പം നാം പഠിക്കുന്ന സ്ഥാപനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, അയൽക്കാർക്കിടയിൽ എല്ലാം നമ്മൾ ആരാകണം? മാതൃകയുള്ളവരാകണം, റോൾ മോഡലുകളാകണം നമ്മൾ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വെറുതെ കുറെ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും മാത്സും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ആ പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോ നമ്മളെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ? കാന ഖുലുഖുൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആ പ്രവാചകൻ പേരക്കുട്ടികളൊപ്പം ആന കളിച്ചിട്ടുണ്ട്, അടുക്കളയിൽ ഭാര്യമാരെ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്, വെള്ളം കോരാൻ സഹായിച്ചിട്ടുണ്ട്, ആയിഷ ബീവിന്റെ കൂടെ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്, ബദറിലും ഉഹുദിലും ഖന്തക്കിലും ഖൈബറിലും ഹുനൈനിലും സഹാബികളുടെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്, മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ ഖുതുബ പറഞ്ഞിട്ടുണ്ട്, ഖന്തക്ക് യുദ്ധത്തിന്റെ വേളയിൽ സഹാബികൾക്കൊപ്പം കിടങ്ങു കുഴിച്ചിട്ടുണ്ട്. എവിടെയാണ് പ്രവാചക ജീവിതത്തിൽ നമുക്ക് മാതൃകയില്ലാത്തത്? ഹസന്റെയും ഹുസൈന്റെയും ഏറ്റവും പ്രിയപ്പെട്ട വല്യപ്പയായിരുന്നു നമ്മളെ പ്രവാചകൻ. അയൽവാസികൾക്ക് ഏറ്റവും നല്ല അയൽവാസിയായിരുന്നു നമ്മളെ പ്രവാചകൻ. ചെറുപ്പം മുതൽ 40-ാമത്തെ വയസ്സിന് ശേഷമല്ല, ചെറുപ്പം മുതൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, ചുട്ടയിലെ ശീലം ചുടല വരെ. ഒരു നല്ല കുട്ടിയാവുക, ഒരു ഗുഡ് പേഴ്സണാലിറ്റിയുടെ ഉടമയാവുക എന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് വളരെ ചെറുപ്പം മുതൽ ചിട്ടയോടുകൂടി നമ്മൾ കൊണ്ടുവന്നാലേ അത് സാധിക്കുള്ളൂ. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു നമ്മൾ പെട്ടെന്ന് നിസ്കാരം തുടങ്ങാൻ കഴിയൂല. അത് ചെറുപ്പം മുതലേ 5 നേരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം. ഇനി അതിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ട്രെയിനിങ് പീരീഡ് ആണ് നമ്മളെ റമദാനുകൾ. ഒരു 30 ദിവസം ഒരു ട്രെയിനിങ്, നിസ്കാരവും നോമ്പും തറാവീഹും ഇഅ്തികാഫും പള്ളിയിലെ ക്ലാസുകളും എല്ലാമായിട്ട് സജീവമാകുക. അപ്പൊ ഇന്നത്തെ ചില പള്ളികളെ തിരക്ക് കണ്ടാലേ ആ പള്ളി ഒരു നിലയും കൂടി കൂട്ടേണ്ടി തോന്നിപ്പോകും. അടുത്ത ആഴ്ച ആ പള്ളിയിൽ അത്ര ആളുണ്ടാവുമോ? ഉണ്ടാവൂല. അപ്പൊ ഈ ആഴ്ച വന്ന ആൾക്കാരൊക്കെ പിന്നെ എന്റെ പോയി, അവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആ ജുമഅക്ക് പോലും വേണ്ട ഗൗരവം കൊടുക്കാതെ ആവുക. അതെന്താ കാരണം? അതിന്റെ കാരണം എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യം അറിയില്ല. നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ പ്രിയപ്പെട്ട കുട്ടികളെ? കുട്ടികൾ, നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? സ്വർഗ്ഗമാണ്. നമുക്ക് ഇവിടെ മാത്രല്ല ജീവിതം. അതായത് നേരത്തെ പറഞ്ഞു അതേത് സൂറത്തിലാണ്? والآخرة خير وأبقى إن هذا لفي الصحف
സൂറത്തുൽ അഅ്ല നമുക്കറിയുന്ന സൂറത്താണ്. എന്താണ് ഏറ്റവും പ്രധാനം? ആഖിറമാണ്. ആഖിറത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്നത് നിസ്കാരം, നോമ്പ്, മറ്റെല്ലാ കാര്യങ്ങളും. അതിലേക്കുള്ള പ്രവേശന കവാടമാണ് നമ്മുടെ മരണം. ആ മരണത്തിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ആവണം. ദുനിയാവിന് മാത്രമല്ല, ആഖിറത്തിന് വേണ്ടിയുള്ളതെങ്കിൽ. അതിന് നമ്മൾ ഖുർആൻ പാരായണം, നമ്മുടെ നിസ്കാരം, നമ്മുടെ കുടുംബത്തോടുള്ള പെരുമാറ്റം, നമ്മുടെ സുഹൃത്ത് കൂട്ടുകെട്ടുകൾ, അല്ലെ, പിന്നെ നമ്മുടെ പള്ളിയുമായിട്ടുള്ള ഇടപെടലുകൾ. ഇന്നൊക്കെ എന്താ ചൂട്, ഇന്നലെ മഴ ചെയ്തുകൊണ്ട് കുറച്ചു കുറവുണ്ട്. എന്നാൽ ഇതിലേറെ ഒരു തലക്ക് മുകളിൽ സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ട് ഏതാ ദിവസം? പരലോകം, അല്ലെ, വിചാരണയുടെ നാള്. തലക്ക് മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന ആ ദിവസത്തില് അള്ളാഹു തണൽ നൽകുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരൊക്കെയാ അത്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ മദ്രസയില്? ആരൊക്കെയാ? അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ. നീതിമാനായ ഭരണാധികാരി, അവിടെ നമ്മളെ പോയിന്റ് കേൾക്കണമെന്ന്. എന്താണ്? ചെറുപ്പം മുതലേ വയസ്സായിട്ടല്ല. ചില ആൾക്കാർ റിട്ടയർമെന്റ് ഒക്കെ കഴിയട്ടെ എന്നിട്ട് നന്നാവാം. ഗവൺമെന്റ് സർവീസിലുള്ള ആൾക്കാർ ഒരു 15 വയസ്സൊക്കെ നന്നാവാം, എന്നിട്ട് ഹജ്ജിനൊക്കെ പോകാം. അപ്പൊ നമ്മളെ പരിചയത്തിൽ ഒരാള്, അദ്ദേഹത്തിന്റെ ഭാര്യയും ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പൊ ഭാര്യ കുറച്ചൊരു ചീനിബോധം ചുട്ടേക്കുള്ള ആളാണ്. അപ്പൊ അവരോട് ഈ ഭാര്യ ഭർത്താവിനോട് പലതവണ ഉംറക്കും ഹജ്ജിനും ആകാൻ വേണ്ടി ചോദിച്ച സമയത്തൊക്കെ ഭർത്താവ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാ, റിട്ടയർ ആയിട്ട് ഒരുമിച്ച് പോകാന്നാണ് അങ്ങനെ ഹോൾഡ് ചെയ്ത്. റിട്ടയർ ആകാൻ 2 മാസം മുമ്പ് ഈ ഭർത്താവിന് സ്ട്രോക്ക് വന്നു. ഇപ്പൊ ഭാര്യക്ക് പോകാൻ വയ്യ, ഭർത്താവിന് പോകാൻ. പൈസ അക്കൗണ്ടിൽ അങ്ങനെ രണ്ടാൾക്ക് പോകാൻ വയ്യ. അപ്പൊ നമ്മള് നന്നാവാൻ ഒരുപാട് സമയം വിചാരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ സമയം ഉണ്ടാകും. ഒരു ചെറിയ തലവേദന. എന്റെ സുഹൃത്തിന്റെ ഉപ്പയുടെ ഡയാലിസിസ് ആവശ്യാർത്ഥം അവര് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, 18, 16, 30 വയസ്സുള്ള ചെറുപ്രായക്കാര്, രാത്രി ജോലിക്ക് പോകുന്ന ചെറുപ്രായക്കാര് ആഴ്ചയിൽ 3 ദിവസം രാത്രി വന്നിട്ട് ഡയാലിസിസ് ചെയ്യും. രാവിലെ പണിക്ക് പോകും. ഇന്നലെയൊക്കെയാണ് ഞാൻ വായിച്ചതിന്റെ ഓർമ്മ, ശ്വാസകോശവും വേറെന്തോ ഒരു സാധനം കൂടി മാറ്റി വെച്ച് 30 കോടി രൂപയ്ക്ക് 2 ഇന്ത്യയുടെ ഓർഗൻസ് മാറ്റി വെച്ചത്, വേറെ ആളുകൾക്ക് മാറ്റി വെച്ചത്. നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇവിടെ അമേരിക്കയിലാണ് സംഭവം. നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല് എത്ര മെഗാ പിക്സലാ ക്യാമറ? അതിന്റെ എത്രയോ 10 മടങ്ങ് മെഗാ പിക്സലുള്ള സാധനമാണ് നമ്മൾ ഓരോ. ഇതൊക്കെ പടച്ചു നമുക്ക് വെറുതെ തന്നതല്ല. ആണോ? ആദ്യമേ അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും നമ്മൾ പടച്ചോന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതിനെന്താവണം? ജീവിതത്തിന്റെ ലക്ഷ്യബോധം മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കണം. അതിനെന്ത് വേണം? നമ്മളെ പള്ളിയുമായി നമ്മൾ ഇടപെടണം, മദ്രസയുമായി നമ്മൾ ഇടപെടണം. മദ്രസ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന്റെ അങ്ങനെ, മദ്രസ പഠനം കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ മഹല്ലിന്റെ പ്രവർത്തനങ്ങളിൽ, ഇവിടെയുള്ള കാര്യങ്ങളിൽ, പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ, ഈദ്ഗാഹുകളിൽ, റമളാൻ ക്ലാസ്സുകളിൽ, ഇഫ്താർ പരിപാടികളിൽ, സിയാറുകളിൽ, എല്ലാ മേഖലയിലും നമ്മൾ ഇടപെടണം. അത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശക്കാരനായ അഫ്ലഹിനെയാണ്. അഫ്ലഹിന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി കക്കാട് പള്ളിയിൽ ഇങ്ങനെ ജനാസ പൊരയിൽ കൊണ്ടുവേണ്ടി കാത്തു നിൽക്കുമ്പോ
ഞാൻ എറണാകുളത്ത് ഇതുള്ളൊരു പരിചയക്കാരനെ കണ്ടു. എറണാകുളത്തുള്ള പരിചയക്കാരൻ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു അഫ്ലഹിന്റെ എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിക്കുക. എന്ത് ബന്ധമുള്ളൂ? ആദർശബന്ധം മാത്രമേ. പാലക്കാട്ടുകാരനായ ഒരു റിട്ടയർഡ് അധ്യാപകൻ അഫ്ലഹിന്റെ ജനാസ നിസ്കരിക്കാൻ വന്നത്. എന്തേ? പാലക്കാട്ടിൽ നിന്നും എറണാകുളത്തു നിന്നുമൊക്കെ വൃദ്ധരും ചെറുപ്പക്കാരും ആബാലവൃതം ജനങ്ങളും ജനാസ നിസ്കരിക്കാൻ മാത്രം ഒരു സമൂഹത്തിന് അഫ്ലഹ് എന്ന ചെറുപ്പക്കാരനെ പ്രിയപ്പെട്ടതാക്കിയത് എന്താണ്? അഫ്ലഹിന് ദീനിനോടുള്ള അവന്റെ പ്രതിബദ്ധതയായിരുന്നു. MSM ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കെ കുളിക്കാൻ പോയോണ്ടാണ് അഫ്ലഹിന് അപകടം സംഭവിച്ചത്. ആലോചിച്ചു. അങ്ങനെയാകണം നമ്മുടെ ജീവിതം. ഒരു ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണം. അത് വീട്ടിലെ ഉപ്പാക്കാകാം, ഉമ്മാക്കാകാം, താത്താക്കാകാം, വല്യുപ്പാക്കാകാം, വല്യുമ്മക്കാകാം, മദ്രസയിൽ അധ്യാപകർക്കാകാം, സ്കൂളിലെ ടീച്ചേഴ്സിനാകാം, സുഹൃത്തുക്കൾക്കാകാം. ഒരു ദിവസം ഒരു നന്മ, ഒരു ദിവസം ഒരു നന്മ പറയാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ ഡയറിയിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു നന്മ. അതിന് ഞാൻ ആദ്യം റയാൻ ഫൗണ്ടേഷന്റെ കഥ പറഞ്ഞു. ആലോചിച്ച് നോക്കൂ. ആ ടീച്ചറുടെ ഒരു ചെറിയ സംസാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ന് 15 ലക്ഷം 16 ലക്ഷത്തോളം ആളുകൾക്ക്, അല്ല അതിനേക്കാളും എത്രയോ ഇരട്ടി ആളുകൾക്ക് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഉപകാരം കിട്ടുന്ന രൂപത്തിലേക്ക് ആ ചെറിയൊരു കുട്ടിയുടെ 6 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ ആ ഒരു പ്രവർത്തനത്തെ മാറ്റാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട അനുജന്മാരെ, നമ്മുടെ ചിന്തകൾ വളരെ വലുതാണ്. ആ ചിന്തകൾക്ക് അതീതമായ ഒരുപാട് നന്മയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തിനും വേണ്ടിയൊക്കെ ചെയ്തു വെക്കാൻ നമുക്ക് പറ്റണം. വെറുതെ ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ട്, ഏതെങ്കിലുമൊക്കെ ഫിലിം സ്റ്റാറുകളുടെയോ ഫുട്ബോൾ സ്റ്റാറുകളുടെയൊക്കെ ലൈഫ് കണ്ട് അവരൊക്കെ ജീവിക്കണ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. നിങ്ങളാരും അങ്ങനെയുള്ളവരല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ജീവിക്കാത്തവരാണെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരുപാട്, റസൂൽ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. അതുകൊണ്ട് നമ്മളെ പഴമക്കാര് പറഞ്ഞത് ചങ്ങായി നന്നായാൽ കണ്ണാടി. നല്ല കൂട്ടുകെട്ടുകളുണ്ടാകും. അപ്പൊ എന്താ നമ്മളെ കൂട്ടുകെട്ട്? പള്ളിയിൽ വരുന്ന കൂട്ടുകാരാണ് നമ്മളെ കൂട്ടുകാര്. നെജ് പള്ളിയിൽ പോയി സ്വീകരിച്ചു ഞങ്ങൾ ഇവിടെ എന്ന് പറയുന്ന കൂട്ടുകാരാണെങ്കിൽ പോലെ അപ്പൊ ഒഴിവാക്കാം. പള്ളിയിലും നിസ്കാരത്തിലും മദ്രസയിലും സിയാറിലും ഒക്കെ ഒരുമിച്ചുള്ള നല്ല കൂട്ടുകാർ അതുണ്ടാകാൻ. ചരിത്രത്തിലെ 3 പ്രധാന കൂട്ടുകാരുണ്ട്. അവരൊന്നും ഒരുമിച്ചാണ് കിടക്കുന്നത്. ആരാ? മദീനത്തെ പള്ളിയുടെ ചാരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കടന്നുറങ്ങുന്ന 3 ആളുകൾ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, 3 പേരും അടുത്ത കൂട്ടുകാരായിരുന്നു. എല്ലാ മേഖലയിലും അല്ലേ അവർ മത്സരിച്ചു, നന്മയിൽ മത്സരിച്ചു, പുണ്യത്തിന്റെ പേരിൽ അവർ മത്സരിച്ചു. അല്ലാഹുവിന്റെ റസൂല് ഒരു യുദ്ധത്തിന് വേണ്ടി സ്വതക്ക കൊടുക്കാൻ പറഞ്ഞപ്പോ ഉമർ പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ അബൂബക്കറിനെ തോൽപ്പിച്ചു. ആഹാ, അങ്ങനെ 2 ആളും മത്സരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് സ്വതക്ക കൊടുത്തു. അവസാനം നബി ഇങ്ങനെ ചോദിച്ചു, അല്ല അബൂബക്കർ എന്തേ കൊടുത്തു, ഉമർ എന്തേ കൊടുത്തു, അലി എന്തേ കൊടുത്തു? അപ്പോ ഉമർ തന്നെ പറഞ്ഞു, ഞാൻ എന്റെ സമ്പത്തിന്റെ പകുതി കൊടുത്തു കൊടുത്തോണ്ട് റസൂലെ എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ ചോദിച്ചു, എന്തേ അബൂബക്കർ? അല്ലേ റസൂൽ അല്ലാത്തൊക്കെ കൊടുത്തു. മത്സരിച്ചു അവരെല്ലാം. നല്ല മത്സരം, കിടമത്സരം, നല്ല മത്സരം, ആരോഗ്യപരമായ മത്സരം, പഠനത്തിന് മത്സരിച്ചു. അനാവശ്യമായ മത്സരങ്ങൾ ഒഴിവാക്കണം. ആവശ്യം. പിന്നെ പ്രത്യേകിച്ച് മുതിർന്നവർ പറയുന്നതനുസരിച്ച് ഉപദേശിഷ്ടമില്ലാത്ത പ്രായങ്ങൾ പക്ഷെ ഇവിടുത്തെ മാത്രം പരിഗണിച്ചാൽ മതി. നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം മുതിർന്നവർ പറയൂല. മുതിർന്നവർ പറയൂല. അത് നമ്മളെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അത് നമ്മൾ തന്തവൈവാക്കി തള്ളാതെ
അനുഭവങ്ങളിൽ നിന്നാണ് അവരൊക്കെ പറയുന്നത്. ഇപ്പൊ നൗഫലൻസാരി നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടു, ലാസ്റ്റ് കുറച്ചേ കേട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ടീച്ചിങ് അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നത് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് ഒരുപാട് സെന്റ് ഓഫുകൾക്ക് സാക്ഷിയായ അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹങ്ങളോട് പറഞ്ഞു. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ അത് ഡി ജെ പാർട്ടി. 4ാം ക്ലാസ്സിലെ സെന്റ് ഓഫ് പഠിച്ചപ്പോൾ കുട്ടികൾ വെച്ച് മാഷ ഡി ജെ ഇല്ലാന്ന് ചോദിച്ചു. ഞാൻ LP സ്കൂളിലൊക്കെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കും സെന്റ് ഓഫ് ഡി ജെ വാങ്ങും. അതല്ല ജീവിതം. നമ്മളെ ജീവിതം നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്താണ്? ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നുകൂടി ഉറക്കനെ പറഞ്ഞേ, ഒന്നുകൂടി ഉറക്കനെ. അതിനർത്ഥം എന്താ? ആഖിറമാണ് എന്നെന്നും മുഴുവനാണ്. ഏറ്റവും നല്ലത് എന്താണ്? അവസാനിക്കാത്തതും ഏതാണ്? ദുനിയാവുണ്ട് അവസാനിക്കും. ഇപ്പൊ ദുനിയാവിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തർക്ക വിഷയങ്ങളുണ്ട്. ഇതേപോലെ തർക്കമുള്ള വിഷയമായിരുന്നു ലോകാവസാനം. ഇന്ന് നിങ്ങൾ നാസയുടെ നാസ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ നിരീക്ഷക കേന്ദ്രമാണ് നാസ. നാസയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് നാസ ലോകാവസാനത്തെ കുറിച്ചുള്ള നാസയുടെ ചില പഠനങ്ങളുടെ സാധനം കിട്ടും. എന്റെ ഇതിനു മുമ്പത്തെ ഫോണിൽ ഞാൻ വെച്ചു. നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലോകാവസാനത്തെ കുറിച്ചുള്ള ചില അന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് إذا الشمس كورت وإذا النجوم كدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة. അപ്പോൾ 1400 കൊല്ലം മുമ്പ് ഖുർആനിലെ പരലോകത്തിന്റെ അടയാളങ്ങളായി അവസാനം സംഭവിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞു. അത് ഇന്ന് ഒഫീഷ്യലി നാസ പോലുള്ള സംഘടനകൾ പോലും ഗവേഷണം നടത്തി കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകം അതിന്റെ അവസാനത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടയാളാണ് റസൂൽ പറഞ്ഞു, കൊന്ന ആൾക്കറിയില്ല ഞാൻ എന്തിനാണ് അയാളെ കൊന്നത്. അതാണ് റസൂൽ പറഞ്ഞത്. കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനാ അയാളെ കൊന്നത്, കൊല്ലപ്പെട്ടവനും അറിയില്ല ഇയാൾ എന്തിനാ എന്നെ കൊന്നത്. അങ്ങനത്തെ കൊലപാതകങ്ങൾ വർദ്ധിക്കും. അഫാന്റെയും അഫ്സാന്റെയും വാർത്തകൾ കേട്ടു. എന്തിനാ പോ അനിയനെ കൊന്നത്? കൊന്ന കാക്കാക്ക് അറിയില്ല. എന്തിനാ കാക്ക എന്നെ കൊന്നത്? കൊല്ലപ്പെട്ട അന്യനും അറിയില്ല. ഇക്കാക്കാന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞിട്ടാണ് 13 വയസ്സുകാരനായ അഫ്സാന് ആ വീടിന്റെ അകത്തളത്തിൽ മരിച്ചത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചുറ്റിലുമുള്ള ലോകം കുറച്ചൊക്കെ അപകടകരമായ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിൽ നമ്മൾ ആരും പോയി പെടാതിരിക്കാൻ, അതിന്റെ കെണികളിൽ നമ്മൾ പെടാതിരിക്കാനാണ് നമ്മുടെ മഹല്ലൊക്കെ ഇത്തരം സംവിധാനങ്ങളിലൂടെ നമ്മളങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നത്. തള്ളക്കോഴി കുട്ടികളെ കൊണ്ടുപോകണുണ്ടോ നിങ്ങള്? തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെ കൊണ്ടുപോവാ? ചിറകിന്റെ ഉള്ളിലാക്കി കണ്ടകള്. വീട്ടിൽ കോഴി ഉണ്ടോ? കാണാൻ പറ്റുള്ളൂ. ഇനി അതുമില്ലെങ്കിലേ ഇന്നലെ വാട്സാപ്പിൽ എന്തൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. പരീക്ഷ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടീനെ ഉമ്മ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബൈക്ക് കയറ്റി കൊണ്ടുപോകണം. നിങ്ങൾ കണ്ടോ? എന്താണ് ഉമ്മാന്റെ സ്നേഹം? അതിനേക്കാൾ സ്നേഹമുള്ളവനാണ് നമ്മളെ പടച്ചോൻ നമ്മളോട്. അപ്പൊ ആ പടച്ചോന് വേണ്ടി നമ്മൾ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കണം. നാടിനും കുടുംബത്തിനും സമൂഹത്തിനും മഹല്ലിനും സ്വന്തത്തിനു തന്നെ നന്മ ചെയ്തുകൊണ്ട് മാതൃകയുള്ള നല്ല മക്കളായി
സമൂഹത്തിന് റോൾ മോഡലുകളായി നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ നാട് അറിയപ്പെടണം. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒക്കെ അറിയപ്പെടുന്ന നല്ല മക്കളായി മാറാൻ, ലക്ഷ്യബോധമുള്ള നല്ല തലമുറയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെപ്പോലെ സുഖവും സന്തോഷങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന നമ്മുടെ പലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിക്കു പറ്റി യഥാവിധം ചികിത്സ പോലും കിട്ടാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാര് അല്ലാഹു അവർക്ക് സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ നഷ്ടപ്പെട്ട, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും സ്ത്രീകളും വലിയ കണ്ണീരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം രക്ഷയും സമാധാനവും സഹനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിലെ നമ്മുടെ ഈ ഒരുമിച്ചു കൂടലിനെ, ഈ പറയുന്നതിനെ, കേൾക്കുന്നതിനെ അല്ലാഹു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ മഹല്ലിനെ ഈ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതൃത്വത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വരും കാലങ്ങളിൽ ഈ മഹല്ലിന്റെ നെടുനായകത്വങ്ങൾ നേതൃത്വം ഏറ്റെടുക്കാൻ പ്രാപ്തമായ രൂപത്തിലേക്ക് ഇവിടുത്തെ യൗവനത്തെയും വിദ്യാർത്ഥികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.